നമസ്കാരം, ഞാൻ ദിനേശാണ്. നമ്മളുടെ അറബിക്കം ചെടി കണ്ടില്ലേ, ഞാൻ മുന്നേ കാണിച്ചു തന്നിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. നല്ല വണ്ണം വെച്ച് വരുന്നുണ്ട്. ഒരു നമസ്കാരം, ഞാൻ ദിനേശ് തൗപർണിക. ഈ അറബിക്കം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, മുന്നേ ഞാൻ കാണിച്ചു തന്നുള്ളതാണ്. ഇതേ കണ്ടീഷനിൽ ഇലയൊക്കെ കളഞ്ഞിട്ട് പിന്നെ ഇലയൊക്കെ നന്നായി വന്നു. ഇതിന് ഞാൻ പ്രധാനമായിട്ടും ആ സമയത്ത് ഇങ്ങനെ വണ്ണം വയ്ക്കാൻ വേണ്ടി കൊടുത്തിരുന്ന വളം നമ്മളെ നൈട്രജൻ വളങ്ങളും ഫോസ്ഫേറ്റ് വളങ്ങളും. ആ ഫോസ്ഫേറ്റിൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു സാധനമാണ്, എല്ലുപൊടി ഉപയോഗിക്കുമ്പോൾ നല്ല പൗഡറായിട്ടുള്ള എല്ലുപൊടി ഉപയോഗിക്കാൻ. കാരണം എല്ലുപൊടി ഇതിൻ്റെ വേര് പടലങ്ങളെ ദൃഢമാക്കാനും കോഡക്സും ആ വേരും നല്ല വണ്ണം വയ്ക്കാനൊക്കെ സഹായിക്കുന്ന സാധനമാണ്. അതുപോലെ നൈട്രജൻ വളങ്ങളും. അപ്പം നമ്മൾ ഇത് ഈ അറബിക്കം പ്രൂൺ ചെയ്യാറില്ല. ഇല ഒന്ന് കട്ട് ചെയ്ത് കളയുന്നത് അതിൻ്റെ ഷേപ്പ് കാണാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇല ഒന്ന് മൂന്നാമത്തെ തവണ ഇപ്പോൾ ക്രോപ്പ് ചെയ്യണു, ഇലയൊക്കെ കളഞ്ഞു. ഇനി കഴിഞ്ഞ തവണത്തെ പോലെ വീണ്ടും വളം ചെയ്യാണ്. ഈ അറബിക്കത്തിന് ഇങ്ങനെ വണ്ണം വെച്ച് പെട്ടെന്ന് ഞാൻ പറഞ്ഞു, വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ വണ്ണം വെച്ച് വന്നതാണ് ഈ അറബിക്കം. ഇത് വണ്ണം വയ്ക്കാൻ ഞാൻ ചെയ്യുന്ന പ്രൊസീജിയർ, ഒന്ന് പ്ലാസ്റ്റിക് കവർ, മുന്നേ പറഞ്ഞ കാര്യം തന്നെയാണ്. പ്ലാസ്റ്റിക് കവറിൽ, നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക് കവറിൽ നട്ടു. ഇതിൻ്റെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇത് ആ മണ്ണോടുകൂടി സെൻറ്ററിൽ വെച്ചു. ചുറ്റും കരിയിലയുടെ പൊടി കൊടുത്തിട്ടുണ്ട്. കമ്പോസ്റ്റാണ് കരിയിലയുടെ പൊടി. അത് മണ്ണിര കമ്പോസ്റ്റ് എടുക്കും, ബാക്കി കുറച്ച് കരിയിലയുടെ പൊടി എടുക്കും. പിന്നെ എല്ലുപൊടി, നന്നായിട്ട് പൗഡർ എല്ലുപൊടിയാണ് ഇടുക. ഇനി പൗഡർ എല്ലുപൊടി കിട്ടാത്ത സമയങ്ങളിൽ ഞാൻ ഉപയോഗിക്കുന്നത് റോക്ക് ഫോസ്ഫേറ്റ് ആണ്. റോക്ക് ഫോസ്ഫേറ്റ് വളം വിൽക്കുന്ന കടകളിൽ കിട്ടും. അത് നല്ല പൗഡറാണ്. കുറച്ച് സ്ലോ റിലീസായിട്ട് കിട്ടുള്ളൂ എന്നുള്ളൂ, കുഴപ്പമില്ല. എന്നാലും റോക്ക് ഫോസ്ഫേറ്റ് ഒരു 3-4 സ്പൂണ് ചേർക്കും. വലിയ അടീനിയാണെങ്കിൽ അത് വലിയ സ്പൂണ് കണക്കിന്, അത് നമ്മൾ കറിയൊക്കെ എടുക്കുന്ന ടൈപ്പ് സ്പൂണിൽ ഒരു 3-4 സ്പൂണ് കൂടുതൽ ഇതിലിട്ട് കൊടുക്കും. പിന്നെ വേപ്പും പിണ്ണാക്കും കൊടുക്കും. മണ്ണിര കമ്പോസ്റ്റ്, വേപ്പും പിണ്ണാക്ക്, എല്ലുപൊടി, ഫൈൻ പൗഡർ കിട്ടിയ ഫൈൻ പൗഡർ, അല്ലെങ്കിൽ റോക്ക് ഫോസ്ഫേറ്റ് ഇടുക. ഇത്ര ഇട്ടു. അതിൻ്റെ ഒപ്പം കുറച്ചുകൂടി 1-2 സ്പൂൺ വാമ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ അറബിക്കം അടീനിയത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ട അത്യാവശ്യം സാധനങ്ങളായി. ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തു, ഞാൻ വേറൊരു കവറിൽ വെച്ചു എന്ന് കരുതിയിട്ട് അതിൽ നനയ്ക്കാതിരിക്കാനോ അല്ലെങ്കിൽ തണലത്ത് വയ്ക്കൊന്നും ആവശ്യമില്ല. ഞാൻ മണ്ണ് കളയാതെ റിപ്പോർട്ട് ചെയ്തതാണ്. അങ്ങനെ റിപ്പോർട്ട് ചെയ്ത ചെടിയാവുമ്പോൾ ഇനിയിപ്പോൾ ഇതിന് ഞാൻ കൊടുക്കണത് എന്താ അറിയോ, എനിക്ക് ഇലയല്ല കൂടുതൽ വേണ്ടത്, പൂവല്ല വേണ്ടത്, പിന്നെ അതിൻ്റെ കട വണ്ണം വെച്ച് വരണം. അപ്പോൾ വണ്ണം വെച്ച് ഭാഗം വണ്ണം വെച്ച് വരാനും തടി ദൃഢമാവാനും വേണ്ടിയിട്ട് നൈട്രജനും ഫോസ്ഫറസും കൂടിയ വളങ്ങൾ കൊടുക്കുക വല്ലപ്പോഴും. അതായത് ഇപ്പോൾ അറബിക്കുന്ന വളരെ സേഫായിട്ടുള്ളത് കൊടുക്കുകയാണെന്ന് പറഞ്ഞാൽ 2 ആഴ്ച കൂടുമ്പോൾ DAP ചെറിയ തോതിൽ ഇട്ട് കൊടുക്കാം. 2-3 മണിയൊക്കെ നനച്ചതിൻ്റെ ശേഷം ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മളെ 30-10-10 എപ്പോഴും പറയുന്ന സാധനമാണ്, 30-10-10 അല്ലെങ്കിൽ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചതിൻ്റെ വെള്ളം, ഇതൊക്കെ ഒഴിച്ചു കൊടുക്കുക, തളിച്ചു കൊടുക്കുക. ഒരു കാരണവശാലും പ്രൂൺ ചെയ്യരുത് കേട്ടോ. പിന്നെ നിങ്ങൾ കുറച്ചു കാലം ചെറിയ കവറിൽ ചട്ടിയിലോ വെച്ചതിന് ശേഷം പിന്നെ വെക്കേണ്ടത് വലിയ കവറിൽ അല്ലെങ്കിൽ വലിയ ചട്ടിയിലാണ്. കാരണം അതിൻ്റെ വേരിന്, ഈ അറബിക്കത്തിൻ്റെ വേരിനുണ്ട് ഒരു തരത്തിലേക്കൊരു ബൾജായിട്ട് ഇങ്ങനെ ക്രോസായി ബൾജ് ചെയ്ത് വരും. ആ ബൾജ് ചെയ്യാനുള്ള സ്പേസ് തുടക്കത്തിൽ കൊടുത്തിട്ടില്ലെങ്കിൽ അതിൻ്റെ വളർച്ചേനെ അത് ബാധിക്കും, ഒരു ചുങ്ങിയ പോലൊരു അവസ്ഥയിൽ വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ വലിയ കവറിലേക്ക് നടാൻ പറയുന്നത്. വലിയ കവറിൽ തന്നെ വട്ടം കൂടിയ കവറിലേക്ക് നട്ട് ഇറക്കി വെക്കുക. ഇനി ഞാൻ പറഞ്ഞില്ല, ഇത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു എക്സിബിഷനൊക്കെ വരുന്ന സമയത്ത് ഞങ്ങളിത് പറിക്കുമ്പോൾ അതിൻ്റെ ഭംഗി കാണാം. അതേപോലെ തന്നെയുള്ള വേറൊരു അറബിക്കാണ് കേട്ടോ ഇത് വേറൊരു ഇനമാണ്. അതിൽ ഈ മാനിൻ്റെ കൊമ്പ് പോലെ കണ്ടില്ലേ, ചെറിയ കൊമ്പുകളായിട്ട് അടിയിൽ നിന്ന് വന്നിട്ട് കൊമ്പുകളായി തിരിഞ്ഞ ഒരു ഇനമാണ് കേട്ടോ. ഇത് വേറൊരു അറബിക്കാണ്. അതുപോലെ ശരിക്കും ഇപ്പൊ കാണിച്ചതിൻ്റെ തന്നെ പോലത്തെ ടവർ പോലെ വരുന്ന വേറൊരു സാധനമാണ് ഇതിൽ കാണിക്കുന്നത്. ഇതിൽ സെൻറ്ററിൽ ഒരു സ്റ്റെമ്മും സൈഡിൽ ഒരു 3-4 സ്റ്റെമ്മും വന്നിട്ട് നമ്മളെ റോക്കറ്റിൻ്റെ പോലെ സെൻറ്ററത്തെ ഒന്ന് നിൽക്കും, സൈഡിൽ ഇങ്ങനെ ബ്രാഞ്ച് വരും. അതിൻ്റെ തന്നെ വ്യത്യാസപ്പെട്ട സാധനമാണിത്. അപ്പോൾ വളരെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, അറബിക്കൻ ചെടിക്ക് 13-27 മീൻസ് പൊട്ടാസ്യം അല്ലെങ്കിൽ പൊട്ടാഷ് കൂടുതലുള്ള വളങ്ങൾ കാര്യമായി ഉപയോഗിക്കരുത്. ഈ 30-10-10 തന്നെ പൊട്ടാഷ് ഉണ്ടല്ലോ, ആ പൊട്ടാഷ് മതി. അമിതമായ പൊട്ടാഷ് കൊടുത്തു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ ഇത് ഫ്ലവർ ചെയ്ത് നിൽക്കും. അപ്പോൾ അതിന് വളർച്ച ഒന്ന് സ്റ്റോപ്പാവും. നമുക്കിതിന് അറബിക്കത്തിന് ഫ്ലവർ അല്ല ആവശ്യം. ഫ്ലവറിന് വലിയൊരു ഭംഗിയൊന്നുമില്ല, ചെടിയുടെ ഷേപ്പ്. അപ്പോൾ നൈട്രജൻ വളങ്ങൾ നോർമൽ NPK 30-10-10 ഗ്രേഡിലുള്ള അത് മാത്രം ഇങ്ങനെ കൊടുത്തു പോയാൽ മതി. അത് കൃത്യമായ ഇടവേളകളിൽ ഫോസ്ഫേറ്റ് വളങ്ങൾ കുറച്ച് കൂടുതലായിട്ട്
കയറ്റി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും അറബിക്കം നല്ല രീതിയിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെയുള്ള അറബിക്കൊക്കെ ഞാൻ കവറിലേക്ക് മാറ്റി ഒരു 3 മാസം മുന്നേ ചെറിയ തൈകൾ വരെ അറബിക്കം നമ്മൾ വലിയ കവറിലേക്ക് മാറ്റി വെച്ചു. അത് വളരെ പെട്ടെന്നാണ് അതിൻ്റെ ഗ്രോത്ത് വന്നിട്ടുള്ളത്. അതിലൊരു ചെടിയാണ് ഇപ്പോൾ ഈ കവറിൽ ഇവിടെ കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് അറബിക്കത്തിൻ്റെ ചെറിയ ചെടി വിൽപ്പന സ്റ്റോപ്പ് ചെയ്തു. കാരണം എന്താ വെച്ചാൽ ചെടി ഇനി കവറിൽ നട്ടത് പറിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ വളർച്ച വീണ്ടും ബ്രേക്ക് ആവും. അപ്പോൾ ആ അറബിക്കം ചെടികളെല്ലാം ഉണ്ട്. ഇപ്പോൾ ഇത്തരം ചെടികൾ ഇതിനൊക്കെ നമ്മളൊന്നും വില പറയുന്നില്ല കേട്ടോ. ഒരാളുകൾ വന്നിട്ട് വില പറയുമ്പോഴാണ് അതിൻ്റെ വില നമുക്ക് ഇത്രയും വില കിട്ടും എന്ന് തോന്നുന്നത്. അപ്പോൾ ഒരു മോഹ വിലയുള്ള സാധനങ്ങൾ തന്നെയാണ് അറബിക്കൻ ചെടികൾ. നിങ്ങളും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അറബിക്കത്തിൻ്റെ കെയർ ടിപ്സ് ഒബേസം അല്ലെങ്കിൽ സ്വാസിക്കം തുടങ്ങിയ വിഭാഗത്തിൽ ഫ്ലവർ വരുന്ന വിഭാഗത്തിൻ്റെ പോലെയല്ല. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. താങ്ക് യു.